ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചമാങ്ങയും ചെറിയുള്ളിയും വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ലേശം കടുകൊന്നിട്ട് കൊടുക്കുക. കടുക് നല്ല പോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കടലപ്പരിപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാദാ പരിപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് നല്ല പോലെ തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന്, തൊലിയില്ലാത്ത ഉഴുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ എണ്ണയിൽ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 10ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, തൊലി കളഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല പോലെ തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളികളൊക്കെ നല്ല പോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചേർത്ത പരിപ്പൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ലേശം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കൈപ്പിടിക്ക് 1 പിടി അളവിലാണ് കേട്ടോ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും നല്ല പോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഈ തേങ്ങയിലുള്ള ഒരു നനവില്ലേ അത് മാറുന്നവരെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങ കൊത്തായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ മൊത്തത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് നമുക്കൊരു 2-3 കറക്കി എടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇത് കറക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എത്രയാണോ ഉപ്പ് വേണ്ടത് നോക്കി പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. നിർത്തിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ചമ്മന്തിയാക്കി എടുക്കണമെങ്കിൽ ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കി അരച്ചെടുത്ത് താളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കിട്ടിയിലും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്